ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന നേരത്തെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകയിലച്ച കൂട്ടിക്കല്ലേ. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. ആന്റി, ഞാൻ സോപ്പ് എടുക്കട്ടെ? പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണോ? അത് നിന്നല്ലേടാ, അന്യ. അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, മുടിയില്ലാത്തതാ, വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല, കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മടെ മുത്തല്ലേ, അപ്പന്റെ വെളുത്ത മുത്ത. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പന് നോ യോജിയും നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിടില്ല. കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് ആരുടെ കാറ്? തോമസ് മാത്യു സാറിന്റെ. ഏത് തോമസ് മാത്യു? ആദിയുടെ സ്പോൺസർ. അങ്ങേരെ ആസ്ട്രേലിയക്ക് പോകാനുള്ള വിസയുമായി വന്നതാ. ഞങ്ങളുടെ ആദ്യം ഒന്ന് ആസ്ട്രേലിയക്ക് പോയിച്ചു വരട്ടെ. ഈ വീട്ടുമുറ്റത്തും കിടക്കും ഇതുപോലൊരു കാറ്. ഞാൻ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും പെട്ടെന്ന് ആദ്യത്തിന് 10 പേരെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന്. ഇത് 10 പേരുടെ വിസയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. പിന്നെ ഇത് ആദിക്കുള്ള വിസ. ഇതൊരിക്കലും എന്റെ ഔദാര്യമല്ല, ആദിയുടെ ഹാർഡ് വർക്കിനുള്ള കോംപ്ലിമെന്റ്. താങ്ക് യു സർ. സർ, ഇതെന്റെ അമ്മയാണ്. പറയാതെ തന്നെ മനസ്സിലാവും അമ്മയുടെ സൗന്ദര്യ ആദിക്ക് കിട്ടിയിരിക്കുന്നത്. സർ, ഇതെന്റെ അപ്പനാ. നോനോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, സത്യോട്ട് എന്റെ അപ്പനാ. ഇത് ആദിയുടെ അപ്പനാണെന്ന് കണ്ടാ പറയില്ല. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന മകനോ? ആദിയുടെ ഫാദർ വളരെ യങ് ആണ്. എനിവേ, യു ആർ ലക്കി. ആദി, ഇപ്പൊ വരാപ്പ. അവന് പോകാനുള്ളതെല്ലാം ശരിയായി. ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ടെന്താ ഇങ്ങനെ മുഖം കറുപ്പിച്ച്? അതിന് എന്റെ മുഖം വെളുത്തിട്ടല്ലോ ലക്ഷ്മി. അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ നെക്സ്റ്റ് മൺഡേ ഹോട്ടൽ വൈറ്റ് സിറ്റി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വൺ മിസ്റ്റർ തോമസ് മാത്യു, റൂം നമ്പർ 105. 1 സെക്കൻഡ് സർ. സോറി സർ, തോമസ് മാത്യു എന്നൊരാളിവിടെ റൂം എടുത്തിട്ടില്ല. അവനാ ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു.
ആന്റണി ആദിത്യവർമ്മ. ഗാവോ പിയോ മസ്സ കരോ. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന് അത് അപകടമാ. എടുത്ത് മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. ഞാനല്ലേ തെറ്റിയത്? അവരെന്നെ ശിക്ഷിച്ചോട്ടെ. അവരെന്തിനപ്പുറം അകത്തേക്ക് കേറി പോടാ. ഇനിയെങ്കിലും അപ്പം പറയണൊന്ന് കേക്കടാ. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറുമ്പാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞോണ്ട് പോവാ.